ഹലോ ഹായ്. അപ്പം നമ്മൾ രാവിലെ തന്നെ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടേക്കാന്നല്ലേ? നമ്മൾ മംഗലാപുരത്തേക്ക് പോക്കാന്ന്. രാവിലെ 10:45 ട്രെയിന്. അപ്പം നമ്മൾ പയ്യന്നൂരിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞ് നമ്മളും വരുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ദിവസം സ്കൂളിൽ ലീവാക്കിയിട്ട് നമ്മളെ കൂടെ വന്നതാണ്. അങ്ങനെ ഇതാ നമ്മൾ ചിറവക്ക് എത്തിയിട്ടുണ്ട്. നൂറിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ആദ്യം ഒരു തവണ കാണിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കാണിക്കേണ്ട ഡേറ്റൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ പോവാമെന്ന് നമ്മൾ തീരുമാനിച്ചപ്പോൾ ഇവർ പറഞ്ഞ് നമ്മളും വരുന്ന ട്രെയിനിനാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അങ്ങനെ ഇതാ നമ്മൾ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഒരു അരമണിക്കൂറോളം ട്രെയിൻ ലേറ്റായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിന്. കുറേ സമയം അവിടെ പോസ്റ്റ് അടിച്ചിരുന്ന് പിന്നെ അവിടുന്ന് പേടയും വെള്ളമൊക്കെ വാങ്ങി അപ്പോഴേക്ക് ട്രെയിൻ വന്ന്. പിന്നെ നമ്മളിതാ എല്ലാവർക്കും ഒന്നിച്ചൊന്നും സീറ്റ് കിട്ടിയിട്ടില്ല, എല്ലാവരും മാറി മാറിയിട്ടാണ് ഇരുന്നിട്ടുണ്ടായിന്. പിന്നെ കുറേ ട്രെയിനിൽ നിന്ന് എൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത്. പിന്നെ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടില്ല എൻ്റെ സൗണ്ടിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട് എന്നല്ലോ. അപ്പം ചില ആൾക്കാരൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. കാരണം അങ്ങനെ പറയുമല്ലോ, നമ്മളെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇട്ടിട്ടില്ലെങ്കിലും ഇങ്ങനെ നമ്മൾ ഒരാളോട് പറയുന്നത് ഒരാൾ കേട്ട് അങ്ങനെ എന്തായാലും ലാസ്റ്റ് നമ്മളെ ചെവിയിലെത്തുമല്ലോ. അങ്ങനെ എന്തൊക്കെയോ പലതും പറയുന്നുണ്ട് കേട്ടോ. പറയുന്ന ആൾ അവിടെ നിന്ന് പറയട്ടെ എന്ന് നമ്മൾ വിചാരിക്കും. നമ്മൾ ചാനൽ തുടങ്ങുന്നതിനും വീഡിയോസ് ഇടുന്നതിനും അങ്ങനെ പല പല കാര്യങ്ങളും പറയുന്നത് കേൾക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇതിലൂടെ പറയുന്ന ആൾ എന്തായാലും വീഡിയോ കാണുന്നുണ്ടാവുമല്ലോ, അപ്പോൾ അവരും കൂടി കേൾക്കണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. കുറേ സമയം ഇവിടെ പോസ്റ്റ് അടിച്ചിരുന്നിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ ഡോക്ടറെ അങ്ങനെ കാണിച്ച് നമുക്കിപ്പോൾ ഒരു ഡോക്ടറെ കാണണമെങ്കിൽ തന്നെ അവിടെ കുറേ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ടൈമിൽ ഡോക്ടറെ കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ 2-3 ചെക്കപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ സമയം അവിടെ ഇരുന്ന് വെയിറ്റാക്കി നമ്മളെ വിളിക്കുന്നതും കാത്തിരുന്ന്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിന്. ഇപ്പം വിളിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 3 മണി വരെ വെയിറ്റ് ആക്കിയേ. പിന്നെ വിശക്കാൻ തുടങ്ങി. അങ്ങനെ പോയിട്ട് ഫുഡെല്ലാം കഴിച്ച് പിന്നെ വന്ന് ഇരുന്നിട്ടുള്ള ഈ കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. പിന്നെ ഞാൻ വിചാരിച്ച് പഠിച്ചോനെ ഞാൻ വെറുതെ ഇവരെല്ലാം കൂട്ടിപ്പോയി എന്ന് വിചാരിച്ചു പോയി. കാരണം നെയ്യൊന്നും പറഞ്ഞെടുത്തും പിടിച്ചെടുത്തിരിക്കുന്നുണ്ടായിട്ടില്ല. ഭയങ്കരമായിട്ട് എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ചാട്ടവും കളിയും ഒന്നും പറയണ്ട. കുറേ സമയം പിന്നെ ഓളെ കസർത്തന്നെ അവിടെ കണ്ടുകൊണ്ടിരുന്ന് നമ്മൾ. പിന്നെ നമ്മൾ കാണിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ പോയത് മാളിലേക്കാണ്. ഏതായാലും 6:50 ട്രെയിൻ എന്ന് പറഞ്ഞ് പിന്നെ ഏതായാലും കുറച്ച് ടൈം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ മാളിലോട്ട് പോയി. ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയാണ് മാളുണ്ടായിന്. അങ്ങനെ ഇവരിടുന്ന് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്താ പറയുക, ഒരു മാംഗോൻ്റെ മൊജിറ്റോയും അങ്ങനെ വേറെന്തോ ഒരു സാധനം എനിക്ക് ഓർമ്മയില്ല എന്താണെന്ന്. അത് 2 വാങ്ങിയിട്ടുണ്ടായിന്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. എനിക്ക് മാംഗോ ആണ് കൂടുതൽ ഇഷ്ടമായിന്. അങ്ങനെ പിന്നെ അതെല്ലാം കുടിച്ച് പിന്നെ ഒന്നും കൂടി അവിടെ ഒക്കെ നടന്ന് കണ്ടേട്ടാ. എന്തൊക്കെയോ നമ്മൾ മാക്സിലൊക്കെ കയറി നോക്കിയിട്ടുണ്ടായിനി. പിന്നെ അത് അവിടെ നിന്ന് ഈ ഐസ്ക്രീമിനെ കൊണ്ടുള്ള ഇത് കണ്ടത്. അങ്ങനെ കുറച്ച് സമയം അത് നോക്കി നിന്ന്. അപ്പം നെയ്യ് പറഞ്ഞ് എനിക്കും അവിടെ നിന്ന് വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിനെ. പിന്നെ നോക്കുമ്പം ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെ. അങ്ങനെ പിന്നെ നമ്മൾ വേറെ തന്നെ ഒരു ഐസ്ക്രീം വാങ്ങി. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങാൻ വേണ്ടി പോകുമ്പോഴാണ് ഇവിടെ ചാട്ടിൻ്റെ കുറേ ഐറ്റംസ് കണ്ടത് കേട്ടോ. അങ്ങനെ പിന്നെ അത് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്നൊരു നമ്മളൊരു ദാഹിപ്പൂരിയും പിന്നെ ഒരു പാനിപ്പൂരി അതേ വാങ്ങിയിട്ടുണ്ടായിന്. ഈ പാനിപ്പൂരി ഒന്നും എനിക്ക് ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമല്ല, വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെ അതും വാങ്ങി കഴിച്ച്. അപ്പോഴാണ് അതിൻ്റെ അപ്പുറത്ത് തന്നെ എന്താ പറയുക, നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലേ അത് ചെയ്യുന്നത് കണ്ടത്. പിന്നെ നേഹക്ക് അത് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അതും കൂടി ഒന്ന് വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ അതും കൂടി വാങ്ങിക്കുമ്പോഴത്തേക്ക് തന്നെ നല്ല മഴ പെയ്തിട്ടാ. പിന്നെ എന്താ പറയുക, ഒന്നും പറയണ്ട, കാണുന്ന ഓട്ടോയിൽ ചാടി കയറിയിട്ട് എങ്ങനെയല്ലോ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിയുമ്പോഴേക്ക് ട്രെയിൻ അവിടെ വന്നിട്ടുണ്ടായിന്.
പിന്നെ ഒന്നും പറയണ്ട കേട്ടോ, പിന്നെ ഒരു ഓട്ടമായിരുന്നു. അങ്ങനെ കയറി ട്രെയിനിൽ കയറി പിന്നെ അവിടെ നിന്ന് തന്നെ നെയ്യേൻ്റെ കുറേ എന്താ പറയുക അതിൻ്റെ മേലെ കയറ്റിയിരുത്താനും ഇതൊക്കെ ആയിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പയ്യന്നൂരെത്തിയിട്ട് പിന്നെ നമ്മൾ വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ച് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറി ഇവിടെ കയറാമെന്നും പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ കുപ്പത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ കുപ്പത്തിത് അവർ തട്ടുകടയിലാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിന്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ എടുത്ത വീഡിയോസാണിത് ചെറുതായിട്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ അയാൾക്കത് കുറച്ചും കൂടി രസമായും തോന്നുന്നു എനിക്ക്. അയാളതൊന്നും കൂടി ഭയങ്കരമായിട്ട് എന്താ പറയുക ചെയ്യുന്നുണ്ടായിന്, വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ. അങ്ങനെ നമ്മൾ നെയ്പ്പത്തിൽ ചില്ലി ചിക്കനിൽ മിക്സ് ചെയ്തതാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായേ. അതും പിന്നെ അപ്പം മിക്സും പിന്നെ ദോശയും ബീഫും അങ്ങനെയെല്ലാം വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ ഈ ഒരു സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടമായിന്. എന്താ പറയണ്ടത് ഒന്നും പറയാനില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിന്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിന് നമ്മളെ സ്പെഷ്യലാണെന്നെല്ലാം. അങ്ങനെ അതും തിന്ന് കട്ടൻ ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ വീട്ടിലോട്ടേക്ക് വന്നിട്ടാണ്. അപ്പം ഇത്രയും ഉണ്ടായിട്ടുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റും കൂടി ഒന്ന് ചെയ്യണേ. അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും വീഡിയോ കണ്ടിട്ട് പോകുമ്പം ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പം ഇത്രയും ഇന്നത്തെ വീഡിയോ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ ബൈ.